ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ച് ചോദിച്ചു, പ്രതിവട്ട ഈ കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്ന ആരെങ്കിലുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ, ഒന്ന് പറഞ്ഞു തരുമോന്ന്. അവളുടെ കൂട്ടുകാരിയുടെ കല്യാണം തീരുമാനിച്ചത്രേ. അവിടെ അച്ഛൻ മരിച്ചതാണ്, പിന്നെ അമ്മ വയ്യാത്തൊരമ്മയാണ്, വീട്ടിൽ വേറെ ആരുമില്ല സഹായിക്കാൻ. അപ്പോൾ കല്യാണത്തിൻ്റെ ഡേറ്റൊക്കെ റെഡിയായി, ലെറ്ററൊക്കെ അടിച്ചു. ഒന്നും സ്വർണ്ണം എടുത്തിട്ട് റെഡി ആകാത്തതുകൊണ്ട് കല്യാണം മുടങ്ങി പോകുന്ന രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊന്നും ഇല്ലാത്ത ഒരാളെ നോക്കിയാൽ പോരെ, സ്വർണം ചോദിച്ചു വരുന്ന ആൾക്കാർ എന്തിനാണ് പറഞ്ഞു. ചെറുക്കൻ പാവാണ്, ചെറുക്കന് ഭയങ്കര ഇഷ്ടമാണ് അവളെ, ചെറുക്കൻ്റെ വീട്ടിലാണ് പ്രശ്നം എന്ന്. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ പ്രശ്നമാണെങ്കിൽ ആ വീട്ടിലോട്ടല്ലേ ആ കുട്ടി പോകണ്ട, ആ കുട്ടിക്ക് സമാധാനം ഉണ്ടാവുമോ? അല്ലെങ്കിൽ അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ ആ സ്വർണം അവൻ ഉണ്ടാക്കി കൊടുക്കട്ടെ, അവൻ്റെ വീട്ടുകാർ അറിയാണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കട്ടെ, അതല്ലേ സ്നേഹം. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, സ്വർണ്ണോ കാശോ വാങ്ങി ചോദിച്ചു വരുന്ന ഒരുത്തരും നിങ്ങൾ തല നീട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ സമാധാനമോ സന്തോഷം ഉണ്ടാവില്ല. ഒരു ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അവിടെ വേണ്ടത് സന്തോഷം, സമാധാനം, കെയറിങ്, സ്നേഹം, ഇതൊക്കെയാണ് വേണ്ടത്. അല്ലാണ്ട് സ്വർണം ക്യാഷൊക്കെ ആഗ്രഹിച്ച് വരുന്ന ഒരുത്തനും നിങ്ങൾ കഴുത്ത് നീട്ടി കൊടുക്കരുത്. അത് നിങ്ങളുടെ കുഴി നിങ്ങൾ തന്നെ വെട്ടുകയായിരിക്കും. അപ്പോൾ സ്വർണ്ണോ കാശോ ഒന്നും വാങ്ങാണ്ട് പെണ്ണ് കെട്ടാൻ തയ്യാറായി നിൽക്കുന്ന എത്രയോ ആൺപിള്ളേർ പെണ്ണ് കെട്ടാൻ നാട്ടിൽ അലിയുന്ന നാടാണ് ഇപ്പോഴും. അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് സ്വർണം കൊടുത്തിട്ട് കല്യാണം കഴിക്കാൻ തയ്യാറായ ആൺകുട്ടികളും നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ആൾക്കാർക്ക് കഴുത്ത് നീട്ടി കൊടുക്കാണ്ട്, ഒന്നും സ്വീകരിക്കാണ്ട് പെണ്ണ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്ന എത്രയോ ആൺകുട്ടികളുണ്ട്. അവർക്കൊരു ജീവിതം കൊടുക്കുക, പരസ്പരം സ്നേഹിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയുക. ഓക്കെ, സ്വർണ്ണ കാശോ വാങ്ങി ചോദിച്ചു വരുന്ന ഒരുത്തനും നിങ്ങൾ കഴുത്ത് നീട്ടി കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അത് ആരുടെ മകളായാലും പെങ്ങളായാലും ആരായാലും.